മൂന്നാറിലെ ഈ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കിടിലം മഞ്ഞിങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ സാധിക്കും. ഗ്യാപ്പ് റോഡിൽ നിന്നും ഇതുവഴി പോയി കഴിഞ്ഞാൽ കുത്തനെയുള്ള ഇറക്കവും കൊടും വളവുകളുമാണ്. നിരവധി വണ്ടികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നും കറക്റ്റ് 1 കിലോമീറ്റർ താഴെയാണ്. ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡാണ്. ഇവിടുന്ന് കൃത്യം 1 കിലോമീറ്റർ ആണ്. എൻ്റെ പുറകേക്കുണ്ടോ മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടോ? ഇവിടുന്ന് ശരിക്കും താഴേക്കൊരു 2-3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നല്ല വെയിലാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞും അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെയാണ്. ഒരുപക്ഷെ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും മൂന്നാറിനെ ഇഷ്ടംപോലെ സഞ്ചാരികൾ ആകർഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ഹെയർപിൻ വളവാണ്, അതുപോലെ തന്നെ കുത്തനെ ഇറക്കമാണ്. പല വണ്ടികളും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. അപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിൽ കയറി കഴിഞ്ഞാൽ നിറച്ചും മഞ്ഞാണ്. അതുപോലെ മഞ്ഞ് നിറഞ്ഞ കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നിന്നും ബൈസൺ വാലി റൂട്ടിൽ ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തിലാണ്. ഇവിടെ ബാക്കിലൊക്കെ ഉണ്ട്, മൊത്തം മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നല്ല മനോഹരമായ ഒരു വെയിറ്റ് ഷെഡൊക്കെ ഉണ്ട്, ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. താഴേക്കെല്ലാം നല്ല മഞ്ഞ് നിറഞ്ഞിട്ട് വ്യൂ പോയിന്റിൽ ഒരു വ്യൂ പോലും കാണാൻ പറ്റത്തില്ല നമുക്ക്. ഇവിടുന്ന് മുകളിലേക്കുള്ള റൂട്ടിൽ ഒരു 2 കിലോമീറ്ററോട് പോയി കഴിഞ്ഞാൽ മൂന്നാർ ഗ്യാപ്പ് റോഡിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ്. അപ്പം നമുക്ക് എന്താണെങ്കിലും മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ കയറ്റമൊക്കെ കയറി ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മഞ്ഞ് ഓടി നടക്കുന്നുണ്ടോ? ഇവിടുന്ന് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര താഴ്വാരമാണ്. ഇതിൻ്റെ താഴ്വശം ബൈസൺ വാലി, കുഞ്ചിത്തണ്ണി ആ ഒരു മേഖലകളൊക്കെയാണ്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ പ്രത്യേകതയുള്ളതാണ്. വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത്. ഇപ്പോഴത്തെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായ മഞ്ഞാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പം എല്ലാം തെളിഞ്ഞ് ക്ലിയർ ആവും. എപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ശരിക്കും ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ താഴേക്ക് പോയി ബൈസൺ വാലിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല വെയിലാണ്. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കണ്ടോ, ചെറിയ ചാറ്റൽ മഴയും അതുപോലെ തന്നെ മഞ്ഞും മൂടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ റോഡിൽ കൂടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മലയിൽ കള്ളൻ ഗുഹ എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട്. വളരെ രസകരമായ കഥയുള്ള ഒരു ഗുഹയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് മലയിൽ കള്ളൻ ഗുഹ, അല്ലെങ്കിൽ റോക്ക് കേവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഗുഹ. ഇതിന്റെ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പണ്ട് കാലത്ത് ഈ ഗുഹയിൽ തിമ്മയ്യൻ എന്ന് പറയുന്ന ഒരു കള്ളൻ ഉണ്ടായിരുന്നു. ആളിവിടെ ഒളിച്ചിരുന്ന് പൈസക്കാരായിട്ടുള്ള കച്ചവടക്കാരെയും മറ്റ് ആളുകളെയും എല്ലാം കൊള്ളയടിച്ച് പാവങ്ങൾക്ക് പൈസ കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ നല്ലവനായ ഒരു കള്ളനായിരുന്നു തിമ്മയ്യൻ. പുള്ളി ഇവിടെ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്ന ഒരു സ്ഥലമാണിത്. പോലീസും മറ്റാളുകളും ഒന്നും വിചാരിച്ചിട്ടും തിമ്മയ്യനെ പിടിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് ഞെരിഞ്ഞ് മാത്രമാണ് കടന്നു പോകാൻ സാധിച്ചിരുന്നത്. അങ്ങനെ പുള്ളി ഇവിടെ ഒളിച്ചിരുന്ന ഒരു താവളമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കഥ എന്തു തന്നെ ആയാലും ഇതുവഴി പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വണ്ടി നിർത്തി ഇവിടെ ഒന്ന് കയറി പോയിട്ടേ പോകാറുള്ളൂ. ഈ ഒരു ഭാഗത്തും ചെറിയൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. ഇപ്പം മഞ്ഞ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, താഴെ ഭാഗമൊക്കെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത NH85 ഭാഗമായ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഒരു ഭാഗമാണ് കറക്റ്റ് ഗ്യാപ്പ് റോഡ് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്നത്. കാരണം ഇവിടുന്നെല്ലാം തീരെ ചെറിയ റോഡായിരുന്നു പണ്ടുണ്ടായിരുന്നത്. നിലവിൽ വീതി കൂട്ടി പാറകളൊക്കെ അരിഞ്ഞെടുത്ത് നല്ല രീതിയിൽ റോഡ് പണിതിട്ടുണ്ട്. എന്നാലും മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര അപകടം തന്നെയാണ്. കാരണം ഈ പാറക്കെട്ടിൻ്റെ അശാസ്ത്രീയമായ പണി കാരണം അവിടുന്ന് പാറകൾ എപ്പോഴും ഇടിഞ്ഞ് താഴോട്ട് ചാടാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ തിരിച്ചു വന്നിട്ട് താഴേക്ക് ബൈസൺ വാലി റൂട്ടിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്കാണ് ബൈസൺ വാലി റൂട്ടിലേക്ക് താഴേക്കുള്ള ഹെയർപിൻ വളവുകളെല്ലാം തുടങ്ങുന്നത്. ആനയിറങ്കൽ ഡാം, പൂപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് നേരെ മൂന്നാർ പോകാതെ വീണ്ടും രാജാക്കാട്, പൊന്മുടി ഡാം ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വളരെ എളുപ്പമുള്ളൊരു വഴി തന്നെയാണിത്. ഈ ഭാഗത്തെല്ലാം നിരവധിയായിട്ടുള്ള റിസോർട്ടുകളുടെ പണികളാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ ഏതു സമയത്തും ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞ് തന്നെയായിരിക്കും. ആ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ റിസോർട്ടുകൾ വരുന്നത്. ഹൈറേഞ്ചിലെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള റോഡുകൾ പരിചയമില്ലാത്ത ആളുകൾ ഈ ഹെയർപിൻ വളവും കുത്തനെയുള്ള ഇറക്കവും താണ്ടി പോകുമ്പോൾ വണ്ടിയുടെ ഏത് വണ്ടിയായാലും ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിലോ ഫസ്റ്റിലോ ഒക്കെ പോയില്ല എങ്കിൽ താഴെ ചെല്ലുമ്പോഴേക്കും ബ്രേക്ക് പോകും. അങ്ങനെയാണ് മിക്ക അപകടങ്ങളും നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് എപ്പോഴും മഴയും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോഡിൽ ബ്രേക്ക് ചവിട്ടിയാൽ പോലും കിട്ടത്തില്ല, തെന്നി നേരെ താഴോട്ട് പോകും. അപ്പം നല്ല വളവുകളും കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 5000 അടി ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ മൂന്നാർ ടൗണിൽ ചെല്ലുമ്പോൾ നല്ല നിരപ്പ് റോഡാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള റോഡുകളിലൂടെ താഴോട്ട് പോയി വേറെ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോഴാണ്
ഈ മൂന്നാർ എത്രയ്ക്കും ഉയരത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് തണുപ്പ് എപ്പോഴും തന്നെ ഒരു 25 ഡിഗ്രിയിൽ താഴെയായിരിക്കും. എപ്പോഴും ചെറിയ ചാറ്റൽ മഴയും അതുപോലെ തന്നെ നല്ല തണുപ്പ് നിറഞ്ഞ പ്രദേശമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തേയിലച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് തേയിലത്തോട്ടങ്ങൾ നിർമ്മിച്ചതോടുകൂടിയാണ് മൂന്നാർ വളരെയധികം പ്രശസ്തമാകുന്നതും ഡെവലപ്പ് ആകുന്നതും. നമ്മളിപ്പോഴീ പോകുന്ന ബൈസൺ വാലി റൂട്ടിലേക്കൊന്നും അധികം തേയിലച്ചെടികൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന പോലെയാണ്, അധികം ജനവാസ മേഖലയും അല്ല. ഈ ഒരു ഭാഗത്തെല്ലാം നമുക്ക് കൂടുതലായിട്ടും ഏലച്ചെടികളാണ് കാണാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഏലത്തിന് തണുപ്പ് അനുയോജ്യമായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഏലത്തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളീ പോകുന്ന വഴിയിലെല്ലാം ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയും നല്ല മഞ്ഞുള്ളതുകൊണ്ട് തന്നെ അധികം വ്യൂ ഒന്നും കാണാൻ സാധിക്കത്തില്ലെന്ന് മാത്രം. ഈ ഒരു ഭാഗത്തെല്ലാം കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് തന്നെ 100 കണക്കിന് റിസോർട്ടുകളാണ് ഇവിടെ എല്ലാം പണിതിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ അരികിലും അതുപോലെ തന്നെ കാണത്തില്ലാത്ത രീതിയിൽ ഒത്തിരി ഉൾക്കാട്ടിലേക്കൊക്കെ നിരവധി റിസോർട്ടുകളാണ് ഇവിടെ പണിതിട്ടുള്ളത്. ഈ ഒരു കാലാവസ്ഥയുടെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ഈ മൂന്നാറിലേക്ക് ഇത്രയധികം സഞ്ചാരികൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വഴിക്ക് എപ്പോൾ വന്നു കഴിഞ്ഞാലും താഴേന്ന് കയറി വരുന്ന വണ്ടിയാണെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ട് എവിടെയെങ്കിലും ബോണറ്റ് പൊക്കി വെച്ചിരിക്കുന്നത് കാണാം. അതല്ലെങ്കിൽ താഴേക്ക് പോകുന്നതാണെങ്കിൽ ബ്രേക്ക് പോയിട്ട് എവിടെയെങ്കിലും നിൽക്കുന്നത് കാണാം. അതുകൊണ്ട് ഇതുവഴി പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിച്ച് മാത്രം പോവുക. നല്ല ഹെയർപിൻ വളവാണ്, ഗിയർ ഡൗൺ ചെയ്ത് മാത്രം പോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മരം വീഴുന്ന ഒരു റോഡും കൂടെയാണിത്. രാത്രിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം അപകട സാധ്യതയുള്ള ഒരു റോഡാണിത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് റോഡിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഇറക്കങ്ങളും ഹെയർപിൻ വളവുകളും എല്ലാം കഴിഞ്ഞ് സാധാരണ ജനവാസ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ട് ചങ്ങനാശ്ശേരി കട. ചങ്ങനാശ്ശേരിയിൽ നിന്നും ഈ ഭാഗത്തേക്ക് വന്ന കുറച്ച് ആളുകൾക്ക് ഇവിടെ കടയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയ ചങ്ങനാശ്ശേരി കട എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ബൈസൺ വാലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ മൊത്തത്തിൽ മാറിയതുണ്ടോ, എത്ര വ്യത്യാസമാണെന്ന് നോക്കി. റോഡ് പോലും ഒട്ടും നനഞ്ഞിട്ടുമില്ല, അന്തരീക്ഷം മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്. ഇവിടുന്ന് നേരെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ബൈസൺ വാലി, പൊട്ടൻകാട്, കുഞ്ചിത്തണ്ണി, അവിടുന്ന് നേരെ ആനച്ചാൽ, രാജാക്കാട് അങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും. ഈ ഒരു ഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും കാർഷിക ഏരിയ ആണ്. ഇവിടെ എല്ലാം കൂടുതലുള്ളത് ഏലച്ചെടികളാണ്. ഇതുപോലുള്ള തോട്ടം മേഖലകളിൽ ഏത് ചെറിയ ടൗണിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് മറ്റുള്ള കടകളേക്കാൾ കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഏലച്ചെടികളുടെയൊക്കെ കളനാശിനികളും അതുപോലെ തന്നെ മരുന്ന് ഒക്കെ വിൽക്കുന്ന കടകളാണ്. അപ്പോൾ നമ്മളിത് ബൈസൺ വാലി എന്ന് പറയുന്ന ചെറിയ ടൗണിലെത്തി. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രാജാക്കാട്, രാജകുമാരിയൊക്കെ പോകുന്ന റോഡാണ്. ബൈസൺ വാലി കൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്